അപ്പോൾ അടുത്ത വണ്ടി ഫോർഡ് ഫ്രീ സ്റ്റൈൽ. ഓക്കെ. മാരുതി 800. മാരുതി 800. ഇത് വണ്ടി 2000 ഇത് വണ്ടി 2017 ആണ്. 2016 VXI ആണ്. 16 VXI. ഇത് വണ്ടി 2015 ആണ്. ഇത് വണ്ടി 2009 വണ്ടിയാണ്. ഷെവർലെ എൻജോയ്. ഇത് വണ്ടി 2000. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ള OLS കാർസിലാണ്, നമ്മുടെ ചിരിപ്പൂരിൻ്റെ അടുത്ത്. ഇപ്പോൾ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം അമരവിളയാണ്. തിരുവനന്തപുരം നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവിളയാണ്. അമരവിള താന്നിമൂട് കറക്റ്റ് ലൊക്കേഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട്. ഓക്കെ, കറക്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ റോജൻ ബ്രോ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? റോജൻ ബ്രോ, കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ വളിച്ച കോമഡി എടുത്തെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ പിടിച്ചു ചേട്ടാ. എന്റെ വളിച്ച കോമഡി എടുത്ത് നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷെ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് കുറെ പേര് തെറി വിളിക്കുന്നത്. പഴയ പോലെ ഏക്കില്ല. നമ്മളെ കോമഡി ഒന്നും ആർക്കും വേണ്ട. ഓക്കെ, നമ്മുടെ ലോണ് 2010 മുതൽ അല്ലേ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. കുറച്ച് വില കൂടുതലെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. എന്താ എന്തെങ്കിലും കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? മാക്സ് ഡിസ്കൗണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞില്ല നമ്മള് വില കൂടുതൽ പറയാൻ പറ്റില്ല. ക്വാളിറ്റി ആ ഒരു വ്യത്യാസങ്ങൾ ഇപ്പം ജസ്റ്റ് ഒരു കുറച്ച് ഡീലർഷിപ്പ് വിസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡീലർഷിപ്പ് വിസിറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പൊ ഒരു സാൻഡ്രോ സത്യം 2011 ഒരു സാൻഡ്രോ അറൗണ്ട് ഒരു 1.5 മുകളിൽ വിൽക്കണം. പക്ഷെ അവിടെ വണ്ടി നമുക്കൊരു 90 രൂപയ്ക്ക് കിട്ടും. പക്ഷെ വണ്ടി ബാക്കിരിക്കുന്ന എക്സോ ടോപ്പ് വേരിയന്റ് ഡോർ എക്സ് ആയിട്ടുണ്ട്. ഗ്യാസ് കയറ്റിയ വണ്ടിയായിരുന്നു. ഫുള്ള് ചപ്പിച്ചളങ്ങി ഒരു എന്തോ പറയും. വണ്ടി മോഡലുണ്ട്, കാര്യമുണ്ട്, കാഴ്ചയും കണ്ട. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എഞ്ചിൻ അതും കുറച്ച് പണിയുണ്ട്. ചെയ്തു തരുമ്പം ഈ വില വരും. അതാണ് വ്യത്യാസം. 2009 വണ്ടിയാണ്. അത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 72,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. LXI AC പവർ സ്റ്റിയറിംഗ് മാത്രം. ടയറൊക്കെ ഒരു 80% ടയർ ഉണ്ടല്ലേ? ടയർ കൊള്ളാം, നല്ല ടയർ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കൊള്ളാം, കുഴപ്പമില്ല. കമ്പനി സർവീസ് അല്ല, പുറത്താണ്. അപ്പം കിലോമീറ്റർ അത്ര വിശ്വസിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടല്ലേ? ജെനുവിനായിരിക്കാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ബോഡി നീറ്റാണ്. ബോഡി വണ്ടി ക്വാളിറ്റി ഉണ്ട്, കൊള്ളാം. പെയിന്റ് ഒക്കെ നീറ്റാണ്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. AC വർക്ക് ചെയ്യോ ബ്രോ? AC വർക്ക് ചെയ്യും. ഇത് ACയും പവർ സ്റ്റിയറിംഗ് മാത്രം. ഓർമ്മ വരുന്നില്ല. അപ്പോൾ 4 ടയർസും കുഴപ്പമില്ല. അത്യാവശ്യം വണ്ടി കൊള്ളാം. അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കല്ലേ? നല്ല കണ്ടീഷൻ വണ്ടി, കാണാൻ നല്ല വൃത്തിയുണ്ട്. അപ്പം എത്ര കൊടുക്കായി വണ്ടി? നമ്മൾ 1.30 പ്രതീക്ഷിക്കുന്നത്. 1.30. സത്യം ഒരു വാനിന്റെ പൈസ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് എന്തെങ്കിലും ഈ വണ്ടിക്ക് ലോൺ കയറില്ല? പഴയതാണ്. ലോൺ കയറില്ല. ശരി, അടുത്ത. അപ്പൊ അടുത്ത വണ്ടി മാരുതി 800. മാരുതി 800. ഇത് വണ്ടി 2004 MBFI ആണ്. MBFI AC വണ്ടി. AC വർക്ക് ചെയ്യും. ഓക്കെ, വണ്ടി ടയർ കണ്ടീഷൻ കൊള്ളാം. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാൻ പറ്റില്ല എത്ര ആണെന്നുള്ളത്. AC വണ്ടിയാണ്. വണ്ടി ഓവറോൾ കൊള്ളാം. ബോഡി കണ്ടീഷൻ കൊണ്ട് ചെറിയ ടച്ചപ്പ് ഒക്കെ കാണും. ബോഡി സീറ്റ് ഒക്കെ ഉണ്ട്. വണ്ടി വൃത്തിയുണ്ട് കേട്ടോ. ഒരു ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കാം. ഇപ്പം 2004 MBFI AC. ടയർ 4 പുതിയതാണ്. വേറെ അത്യാവശ്യം വണ്ടി കുഴപ്പമില്ല. എഞ്ചിൻ ഭാഗം നീറ്റാണ്. ടയർ 4 പുതിയ 10,000 അത് ശരിയാണ്. പക്ഷെ അതാണ് കേട്ടോ, ഞാൻ പലപ്പോഴും ടയർ നോക്കുന്നതുകൊണ്ടാണ്. പക്ഷെ പലതിനെ കളിയാക്കാറോ ടയറിന്റെ നോക്കാം. ടയർ നമ്മൾ മാറുമ്പോൾ പൈസ ആവുന്നു. ഇപ്പൊ മൊട്ട ടയർ ആണെങ്കിൽ എന്താ പറയും, അതാണ് അവർക്ക് 10 എക്സ്ട്രാ ടയർ നോക്കുന്ന. നമ്മളെ ടയർ മാറുമ്പോൾ എന്തായാലും 15,000 മറ്റേ ഈ വണ്ടിക്ക് അവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് ഞാൻ ടയർ നോക്കുന്നത്. പക്ഷെ പലരും എന്നെ പുച്ഛിക്കാറുണ്ട് ഞാൻ ടയറിന്റെ എന്നൊന്നും എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമ്മൾ 52 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. വണ്ടി കണ്ടീഷനാണ്. എഞ്ചിൻ ഭാഗം നീറ്റുമാണ്. ശരി, ഓക്കെ. അടുത്തുണ്ട്. അപ്പം അടുത്ത വണ്ടി ഹ്യുണ്ടായി ഇയോൺ. ഇത് വണ്ടി 2017 ആണ്. 17 വണ്ടി. പിന്നെ 44 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ഇറ പ്ലസ് ആണ്. കമ്പനി സർവീസ് ആണോ പുറത്താണോ? ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. കമ്പനി സർവീസ് ആയിരിക്കണം. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഇല്ല. വണ്ടി നിലവിലെ കണ്ടീഷൻ ഓക്കെ ആണോ? കണ്ടീഷൻ ഓക്കെ ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലോ. ബോഡിയൊക്കെ നീറ്റാണ്. ഇയോൺ നമുക്കൊരു എബോവ് 18 മൈലേജ് കിട്ടൂലേ? പിന്നെ തീർച്ചയായിട്ടും. അതൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇന്ത്യയിൽ വൃത്തിയുണ്ട്. ബാക്കി AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? വർക്കിംഗ്. കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇറങ്ങുമ്പോൾ 2 ഡോർ പവർ വിൻഡോ, AC പവർ. ഓക്കെ, AC വർക്കിംഗ് ആണ്. നീറ്റ് വണ്ടി. ഒന്ന് വാഷ് ചെയ്താൽ മതിയല്ലേ? വണ്ടി പൊടി മേടിച്ചെടുക്കുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം വണ്ടി? നമുക്ക് 2.48 കൊടുക്കാം. 2.48. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ലോൺ എത്ര കയറും? ഓൾമോസ്റ്റ് ഫുൾ ലോൺ അടുപ്പിച്ച് കയറും. 2017 മോഡൽ 2.48. ശരി, പഠിത്തോണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ഷവർലെ എൻജോയ്. ഇത് വണ്ടി 2013 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണ്. ഇപ്പോഴും ഷോറൂം സർവീസ് ആണ് വണ്ടി. ഇപ്പൊ ഷോറൂം സർവീസ് അവൈലബിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പം വേരിയന്റ് ഏതാണ് വണ്ടിയുടെ? LT ടോപ്പ് എൻഡ് തൊട്ട് താഴെ. അത് AC പവർ 4 പൗണ്ടോ സെൻട്രൽ AC എല്ലാം വരുന്നത്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർ 82,000 കിലോമീറ്റർ. 82,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 20 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അലോയ്സ് വരുന്നില്ല ഇതിനകത്ത്? അലോയ്സ് ഇല്ല, ടോപ്പ് അല്ല, കമ്പനി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഷവർലെ എൻജോ ഡീസൽ ആണല്ലോ വണ്ടി? ഡീസൽ മാനുവൽ ഉള്ളൂ. ഇതിന്റെ നല്ല വൃത്തിയുണ്ട്. വീണ്ടും നല്ല പ്രീമിയം സീറ്റ് വെച്ചിട്ടുണ്ട്. നല്ല പവറൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. മൈലേജ് എങ്ങനെയായിട്ടും എൻജോയ്ക്ക് 20 കിട്ടും. റൂഫ് AC ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു ഫാമിലിക്ക് നല്ല സൂപ്പർ വെച്ച് നല്ല മൈലേജ് 20 മുകളിൽ കിട്ടും. 8 മൈലേജ്. ഡീസൽ വണ്ടി നമ്മൾ ഒരു ഇനോവ യൂസ് ചെയ്യാനുള്ള ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. സെറ്റായിട്ട് എത്ര കൊടുക്കാം എൻജോയ്? നമ്മൾ 3.4 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 3.4 പ്രതീക്ഷ നെഗോഷ്യബിൾ ആണ്. ലോൺ കയറും വണ്ടിക്ക്? ലോൺ നമുക്ക് എല്ലാ ഫിനാൻസിലും കയറില്ല, എന്നാലും നോക്കാം. ചില ഫിനാൻസ് കയറും. ശരി, അടുത്ത. അപ്പൊ അടുത്ത വണ്ടി മാരുതി 800. ഇത് വണ്ടി 2006 മോഡലാണ്. MBFA ആണ്. പുതിയ പേപ്പർ. AC ആണോ? AC അല്ല, നോൺ AC ആണ്. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി, പുതിയ പേപ്പർ. വണ്ടി നീറ്റ് ഉണ്ടല്ലേ? നല്ല ക്വാളിറ്റി ആണ്. ഓക്കെ. 2006 ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പ്. ഒറിജിനലി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ലേഡിയുടെ പേരില്ല, അവരെ അമ്മ മരിച്ചപ്പോഴേക്കും അമ്മയുടെ പേരിലായിരുന്നു. അമ്മ മരിച്ചപ്പോഴേക്കും പിന്നെ മോളുടെ പേരിൽ മാറ്റി എടുപ്പ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഓർഡർ. 89,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം വിശ്വസിക്കാൻ വേണ്ടി അറിയില്ല. പക്ഷെ വണ്ടി ക്വാളിറ്റി ആണ്, കുഴപ്പമില്ല. പക്ഷെ നിലവിൽ വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്, നീറ്റ് വണ്ടി. വൃത്തിയുണ്ട്, ഓടിക്കുന്ന പക്ക, എഞ്ചിൻ ഒക്കെ പക്ക. ആ കിലോമീറ്റർ ചെറുതായിരിക്കും. ശരി, അപ്പൊ എത്ര കൊടുക്കാം? നമ്മൾ 72 രൂപയുടെ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിൽ ശരി, അപ്പൊ അടുത്ത വണ്ടി ഷവർലെ സ്പാർക്ക്. ഇത് വണ്ടി 2008-9 രജിസ്ട്രേഷൻ വണ്ടിയാണ്. മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞു. 5 വർഷം പേപ്പറായി. അത് AC പവർ പവറിന് വരുന്നുണ്ട്. LT വേരിയന്റ് ആണ്. പക്ഷെ AC കൂളിംഗ് കുറവാണ്. വർക്കിംഗ് ആണോ അതോ വർക്ക് ചെയ്യാത്തതാണോ? കൂളിംഗ് കുറവായിരിക്കും, നമ്മള് ചെക്ക് ചെയ്യില്ലത്. അല്ല, AC വർക്ക് ചെയ്യുന്നുണ്ടോ? AC വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂളിംഗ് ഇല്ല. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ എത്രയായി? 92,000 കിലോമീറ്റർ. ഇന്റീരിയലൊക്കെ നല്ല നീറ്റ് ആണല്ലേ? വണ്ടി വൃത്തിയുണ്ട്. ഓക്കെ. ഇത് റോഡ് സൈഡ് അല്ലേ, പൊടി കിടന്ന്. 2 ഡോർ പവറിന്റെ AC പോസ്റ്റ്. AC കൂളിംഗ് ഇല്ല, ബാക്കി കുഴപ്പമൊന്നുമില്ല. 5 വർഷം പേപ്പർ ഉണ്ട്. ബാക്കി നീറ്റ് ആണ്. എഞ്ചിൻ കുഴപ്പമൊന്നുമില്ല. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? 88 ആണ്. 85 രൂപ ഫയൽ കൊടുക്കാം. 85,000 ഫയൽ കൊടുക്കാം. 5 വർഷം പേപ്പർ ആയിട്ടുണ്ട്. 5 വർഷം പേപ്പർ. എല്ലാ പുതിയ പേപ്പർ. ശരി, അടുത്ത. അപ്പൊ അടുത്ത വണ്ടി ഫോർഡ് ഫ്രീ സ്റ്റൈൽ. ഓക്കെ. ഇത് വണ്ടി 2018 ടോപ്പ് എൻഡ് വണ്ടിയാണ്. 2018 ടോപ്പ് എൻഡ്. 18 ടോപ്പ് എൻഡ് വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ഏറ്റവും ടോപ്പ് എൻഡ്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. വണ്ടി നല്ല നീറ്റ് വണ്ടി അല്ലേ? പക്ക അലോയ്സ് എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ടൈറ്റാനിയം. പക്ഷെ ഫോർഡ് നല്ല ബിൽഡ് ക്വാളിറ്റി പക്ക. ഇതൊക്കെ വണ്ടിയിൽ ഉപയോഗിക്കുന്നില്ല, വേറെ വണ്ടിയുടെ പോകാൻ ഭയങ്കര പാടാ. സീറ്റ് ലെയർ ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റി അടിച്ചിട്ടുണ്ട്. ലോക്കൽ സീറ്റ് അല്ല, നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ഇന്റീരിയറും 43 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല മൈലേജാണ്. 20 മേലെ കട്ട മൈലേജ്. ഫോർഡ് ഡീസൽ ഫ്രീ സ്റ്റൈൽ ടോപ്പ് എൻഡ് വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? സിംഗിൾ ഓണർഷിപ്പ് 43 കിലോമീറ്റർ. എത്ര കൊടുക്കാം വില? നമ്മൾ 5 പ്രതീക്ഷിക്കുന്നത്. 5 നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 4.5 രൂപ വെച്ച് നോക്കാം, മാക്സിമം പ്രൊഫൈൽ വരെ. ശരി, അടുത്ത. അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് വണ്ടി 2008 ഓൾട്ടോ LXA ആണ്. 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ പേപ്പറാണ്.
5 വർഷം പേപ്പർ. 5 വർഷത്തേക്ക് പുത്തൻ പേപ്പർ. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. 57,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആയി, നമ്മൾ എക്സ്ചേഞ്ച് ചെക്കിയിട്ടില്ല. പക്ഷെ വണ്ടിയുള്ള ക്വാളിറ്റി ഉണ്ട്. ഓണർഷിപ്പ് ആണ്, ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. എയർ കണ്ടീഷൻ കുഴപ്പമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. കമ്പനി സർവീസ് ആണോ പുറത്താണോ? ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല. പക്ഷെ 57,000 കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസനീയമാണോ 57,000 കിലോമീറ്റർ? വണ്ടി കണ്ടീഷൻ അനുസരിച്ച് വിശ്വസിക്കാം. എഞ്ചിൻ ഭാഗം അത്ര നീറ്റ് ആണ്? എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റ് ആണ്? AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ്. എത്ര കൊടുക്കാം വണ്ടി? നമ്മൾ 1.35 പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ പ്രതീക്ഷയാണ്, കുറയ്ക്കുമല്ലോ അല്ലേ? പിന്നെ ശരി, അവിടെ അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി ഡീസലാണോ? ഡീസലാണ്. ഇത് വണ്ടി 2013 മോഡലാണ്. 13 മോഡല്, സെക്കൻഡ് ഓണർ, 1,53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടി കൊള്ളാം. ഡിസയർ VDI അല്ലേ? ഡിസയർ VDI. LD ആണ്. അത് നമ്മളെ AC ബൗസർ. ബാക്കിൽ VDIയുടെ സ്റ്റിക്കർ അത് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ കമ്പനി മ്യൂസിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം 2013 സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ LDI. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയായി? സെക്കൻഡ് ഓണർ 1.53 ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. എത്ര കൊടുക്കാൻ വേണ്ടി? നമ്മൾ 2.80 പ്രതീക്ഷിക്കുന്നത്. 2.80 നെഗോഷ്യബിൾ ആണ്. പിന്നെ 3 ലക്ഷം വരെ ലോൺ കിട്ടും. 3 ലക്ഷം ലോൺ കിട്ടും? വേണമെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കിട്ടാം. ശരി, അപ്പം അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. ഇത് വണ്ടി 2015 ആണ്. സെക്കൻഡ് ഓണർ, 1.32 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. ഡീസലാണ്. ഡീസൽ VDI അല്ലേ? കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡിസയർ ഡീസൽ. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ഒരു 80% ടയർ ഉണ്ട്. സീറ്റ് വർക്ക് ലെതർ ചെയ്തിട്ടുണ്ടല്ലേ? ലെതർ ചെയ്തിട്ടുണ്ട്. നല്ല പക്ക ക്ലീൻ ആണ്, നല്ല വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണല്ലോ? ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പം സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ എത്ര കൊടുക്കാം നമുക്ക്? നമ്മൾ 4.85 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണോ? ലോൺ എത്ര കയറും? 4 രൂപ ലോൺ കയറും. അടുത്ത വണ്ടി വാഗണാർ. വണ്ടി 2016 VXI ആണ്. 16 VXI ആണ്. 66,000 കിലോമീറ്റർ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യമുള്ള കമ്പനി സർവീസ് വണ്ടിയാണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസിനാണല്ലേ? കമ്പനി സർവീസ്. ഫ്രണ്ട് രണ്ടും പുത്തൻ ടയർ. ശരിയാണ്. വണ്ടി നീറ്റ് ആടോ? ഒരു ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് പോലും ഇല്ല അല്ലേ? ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. ഇന്ത്യയിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. VXI ഫോർഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടി. നല്ല വണ്ടി, കാണാൻ നല്ല വൃത്തിയുണ്ട്. കമ്പനി സർവീസ് ആണെങ്കിൽ പക്കയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എത്ര കൊടുക്കാം? 3.75 പ്രതീക്ഷിക്കുന്നത്. ചെറുതിൽ അല്പം കുറയ്ക്കുമല്ലോ അല്ലേ? ലോൺ എത്ര കയറും? ഒരു 3-3.25 റേഞ്ച്. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. തൽക്കാലം കുറച്ച് ഇനി കുറെ വണ്ടി കളക്ഷൻ കിടപ്പുണ്ട്, കുറെ വണ്ടികൾ കിടപ്പുണ്ട്. നമ്മള് വൈകിയ വേള ആയതുകൊണ്ട് നിർത്താം. കുറച്ച് വണ്ടികൾ പുതിയ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ ആയ വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? വണ്ടി കിടപ്പുണ്ട്. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.